നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ, ക്ഷേമ പെൻഷൻ, ക്ഷേമനിധി ബോർഡ് പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു അറിയിപ്പാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കൃത്യമായി എല്ലാ മാസവും 1600 രൂപ ഇതിപ്പം അവരുടെ അക്കൗണ്ടുകളിൽ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും ഒക്കെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൃത്യമായി എത്തിച്ചു നൽകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഡിസംബർ മാസത്തിൽ ക്രിസ്തുമസിനോടും ന്യൂ ഇയറിനോടും അനുബന്ധിച്ച് കുടിശ്ശികയുള്ള ഒരു മാസത്തെ പെൻഷൻ തുക കൂടി കൂട്ടിച്ചേർത്ത് 2 മാസത്തെ, അതായത് 2 ഗഡു പെൻഷൻ 3200 രൂപ ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ മസ്റ്ററിങ് ചെയ്ത ആളുകളുടെയൊക്കെ ഏറ്റവും പുതിയ ലിസ്റ്റ്, അതായത് 2024 മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ലിസ്റ്റുകൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും, നമ്മളുടെ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയ ആളുകളെയൊക്കെ സംസ്ഥാനത്തിൻ്റെ പെൻഷൻ ലിസ്റ്റിൽ നിന്നും പുറത്താക്കുമെന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ പുറത്താക്കിക്കൊണ്ടാണ് ഈ ഒരു പെൻഷൻ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ള ആളുകൾ കൃത്യമായ ആ ഒരു പെൻഷൻ തുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ പലിശയും സഹിതം ഇപ്പോൾ തിരിച്ചടയ്ക്കണമെന്ന അറിയിപ്പുകളും വന്നിട്ടുണ്ട്. 2024 ഏറ്റവും അവസാന മാസത്തെ പെൻഷൻ തുകയാണ് ഇപ്പോൾ വിതരണം ചെയ്യുവാൻ പോകുന്നത്. 2 മാസത്തെ പെൻഷൻ തുകയായ 3200 രൂപ ആദ്യം പതിവ് പോലെ അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കായിരിക്കും എത്തിച്ചേരുക. പിന്നീട് 2-3 ദിവസത്തിനുള്ളിൽ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും ഈ ഒരു തുക അവരുടെ വീടുകളിലെത്തിയുള്ള വിതരണം ആരംഭിക്കുമെന്ന അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 2 മാസത്തെ പെൻഷൻ തുകയെ 3200 രൂപ ഡിസംബർ മാസം 15-ാം തീയതിയോടുകൂടി വിതരണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത്. വിശദമായ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്